ഒരുത്തന്റെ ഭരണം തുടങ്ങിയതോടുകൂടി പണിയെടുത്തതിന്റെ നടുവൊടിഞ്ഞു. ദേ വന്നിരിക്കുന്നു വേറെ ഒരുത്തൻ, ഉല്ലൂക്കപ്പട്ട. അവന്റെ മുടിഞ്ഞ ഒരു ഇന്തി. പൽപ്പിനി, അവൻ ദുർഗയുടെ ഭർത്താവൊന്നല്ലടി, ഏതോ കള്ളനാണവൻ. കള്ളനായാലും കുള്ളനായാലും ആള് നല്ല രസികനാ. എനിക്കങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ഈ അരവട്ടിനോട് പറഞ്ഞ് എന്നെ വേണം കൊല്ലാൻ. നോക്കിക്കോ, ഒരു ദിവസം ഞാൻ അവന് ചോറിൽ വിഷം വെച്ചു കൊടുക്കും. അതോടെ തീരുന്ന അവന്റെ പരിപാടി. എടി, ഞാനൊരു രഹസ്യം പറയട്ടെ. ഒരിക്കൽ സദാശിവന്റെ അച്ഛന് ഞാനൊരു പണി കൊടുത്തതാ. പിന്നെ ഇത്രയും കാലായിട്ട് അയാളുടെ പൊടിപാട് കണ്ടിട്ടില്ല. എന്തിനാ ഭാർഗവത്തല്ലേ വെറുതെ നുണ പറയുന്നത്? നിങ്ങൾ വടക്കേപ്പുറത്തെ തിരുമേനിയുമായിട്ട് ലോഹ്യമായതുകൊണ്ടല്ലയോ ഭർത്താവ് പ്രഭാകരൻ ഈ നാട് വിട്ടു പോയത് അല്ലേ? നിങ്ങളുടെ മോനില്ലേ സദാശിവൻ, അവൻ ആ തിരുമേനിക്കുണ്ടായ മകനല്ലേ? ഞാൻ അറിയാൻ ആഗ്രഹിച്ചതറിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ മോൻ സദാശിവൻ ഈ പുത്തൂരം വീട്ടുകാരനല്ല. അവൻ ഇവിടുത്തെ സ്വത്തിൽ യാതൊരു അവകാശവും ഇല്ല. അയ്യോ, ഇല്ലേ? സ്വത്ത് കിട്ടുമെന്നുള്ള മോഹമൊന്നും വേണ്ട ഭാർഗവിത്തള്ളേ. പിന്നെ എന്നോട് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ മരിക്കും വരെ ഇവിടെ കഴിയാം, അമ്മയ്ക്കും മകനും. സമ്മതം മോളമ്മേ. എന്തേ ഭാർഗവി? എന്തോ? എനിക്ക് കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കേ. പിന്നെ പൊരട്ടാൻ രാസാദിപ്പൊടിയിട്ട് കാച്ചിയ കുറച്ച് എണ്ണയെടുത്തു വെക്കേ. ബഹൻ കാവോ? അവന്റെ ഒരു ഉല്ലൂക്ക. എല്ലാം ഞാൻ കേട്ടു. തന്തയില്ലാത്ത എനിക്ക് സ്വന്തം തന്തയെ പോലാണ് പപ്പേട്ടൻ. എന്നോട് ദയവുണ്ടാകണം. പപ്പേട്ടൻ്റെ കൂടെ ഞാനുണ്ട്. നമുക്കിവിടെ ഒരു കലക്ക് കലക്കണം. കിട്ടുന്നത് 50-50. ഉറപ്പിക്കേ. എല്ലാം അടിച്ചു മാറ്റി ഇവിടെ കുളം കോരി നമുക്കൊരു വള്ളം കളി നടത്തണം. കുട്ടനാടൻ പുഞ്ചായില്ലേ കൊച്ചു. നിർത്തി. നടന്നോ, ധൈര്യമായി നടന്നോ. പപ്പേട്ടനോട് ഞാനുണ്ട് സദാശിവൻ. ഞാനിപ്പോ പുത്തൂരം വീട്ടുകാരനല്ല, ആനക്കാട്ട് സദാശിവൻ. ആരുണ്ടടാ ആനക്കാട്ടുകാരോട് വിരടാൻ? ചുണകൾ ആമ്പിള്ളേരുടെ ഇറങ്ങി വാടാ. ഏത് മാണിക്യമംഗലത്തെ രാമൻകുട്ടി ഞങ്ങൾക്ക് പുല്ലാടാ, പുല്ല്. ചുണകൾ ആമ്പിള്ളേരുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ആനക്കാട്ടവരോട് ഏറ്റുമുട്ടാൻ ഇനിയൊരു രംഗത്തിന് ബാല്യമുണ്ട്. ഞങ്ങൾ തയ്യാർ. വരണ്ടല്ലേ? ഒരു സ്റ്റൈലിൽ ഞാൻ പോയി രണ്ടെണ്ണം പൊട്ടിച്ചേച്ച് വരട്ടെ. വേണ്ടല്ലേ? സമയമുണ്ട്. അതെയോ, പോയിട്ട് വരട്ടെ. മുതലാളി, ഇനി ഇവൻ ഇവിടെ വെച്ചുറപ്പിച്ച ശരിയാവില്ല.